ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മാർക്കോ എന്ന ചിത്രത്തിൻ്റെ രണ്ടാമത്തെ ഹിഡൻ ഡീറ്റെയിൽ വീഡിയോ ആണിത്. ആദ്യ വീഡിയോയിൽ ഞാൻ പറയാതെ പോയിരുന്ന പുതിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ വീഡിയോയിലൂടെ കബ്രാൽ ഗോൾഡ് എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷനുകളും അതുപോലെ തന്നെ മാർക്കോ എന്ന ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്ന ഡിലീറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിലുകളും ഈ ഒരു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതിലേക്കെല്ലാം കടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. I'm a dog lover. I have a husky. His name is Rocky. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ കാണിക്കാനുള്ള കാരണം, ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഈ ഒരു ഡയലോഗ് വരുമ്പോൾ റോക്കി എന്നല്ല പകരം ഓർക്കി എന്നാണ് മാർക്കോ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ പറയുന്നത് എന്ന് പലരും കമന്റ് ചെയ്തിരുന്നു. ചിലർ അവിടെ റോക്കി എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദന്റെ ശരിക്കുള്ള പട്ടിയുടെ പേരാണെന്ന് കമന്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കും, ഉണ്ണി മുകുന്ദന്റെ പട്ടിയുടെ പേരാണ് അതെങ്കിലും അല്ലെങ്കിലും അവിടെ പറയുന്നത് ഓർക്കി എന്നല്ല പകരം റോക്കി എന്ന് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഒരു വീഡിയോ ഇവിടെ കാണിച്ചത്. ആരൊരാൾ ഒരു റീൽ ചെയ്ത സമയത്ത് അവിടെ ഓർക്കി എന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചപ്പോഴാണ് എല്ലാവരും അതിൻ്റെ പുറകെ പോയിരുന്നത്. ആരെങ്കിലും ഒരു റീൽ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് അതങ്ങ് വിശ്വസിച്ച് പോകാതെ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം ഇത്തരം കമന്റുകളിലേക്ക് കടക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് വരാം. ഒന്നാമത്തെ ഡീറ്റെയിൽ, വിക്ടർ എന്ന ക്യാരക്ടറിനെ ചിത്രത്തിൽ കാണിക്കുന്ന സമയത്ത് അയാൾ പലപ്പോഴും വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നതായി കാണാം. ക്ലബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും കൂട്ടുകാരനായിട്ടുള്ള വസീമിന്റെ വീട്ടിലൂടെ നടക്കുമ്പോഴുമെല്ലാം അയാൾ വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ ക്യാരക്ടറിന്റെ തന്നെ വീട്ടിലുള്ള ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുന്ന സമയത്ത് അയാൾ എവിടെയും വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതായി കാണിച്ചിട്ടില്ല. ആ വിൽപത്രത്തിന്റെ സീനിലും മാർക്കോയും വിക്ടറുമായി സിഗരറ്റ് വലിക്കുന്ന സീനിലും വിക്ടറിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സീനിലുമെല്ലാം അവിടെ ഒരിടത്തും നമുക്ക് ഈ വാക്കിംഗ് സ്റ്റിക്ക് കാണാനേ സാധിക്കുന്നില്ല. ഇത് ആ ക്യാരക്ടറിന് ആ വീട് അത്രയും പരിചിതമായതുകൊണ്ട് ആ വീടിനുള്ളിൽ നടക്കുന്നതിന് അയാൾക്ക് വാക്കിംഗ് സ്റ്റിക്കിന്റെ ആവശ്യമേ ഇല്ല എന്ന കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ വിക്ടർ എന്ന ക്യാരക്ടർ ഒരു പെർഫ്യൂം മേക്കർ ആയതുകൊണ്ട് അയാൾ പൂക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇതേപോലെ തന്നെ ഈ വിക്ടറിന്റെ മകനെ അവസാനം കാണിക്കുമ്പോഴും ആ കുട്ടിയും ഇതുപോലെ തന്നെ പൂക്കളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കാണിക്കുന്നു. 3, ഈ വിക്ടറിനെയും വില്ലനായിട്ടുള്ള റസൽ എന്ന ക്യാരക്ടറിനെയും കുറിച്ച് കണക്ട് ചെയ്ത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വിക്ടർ ആരെയും ഉപദ്രവിക്കാത്ത വളരെ പഞ്ചഭാവമായിട്ടുള്ള ഒരാളാണെങ്കിൽ റസൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ക്രൂരനായിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഇത് കൂടാതെ വിക്ടർ ആളുകൾക്ക് ഇഷ്ടമുള്ള, ആളുകൾ മണക്കാനും ദേഹത്ത് പൂശി നടക്കാനുമെല്ലാം ആഗ്രഹിക്കുന്ന പെർഫ്യൂമുകൾ ഉണ്ടാക്കുകയും അതിൽ പരീക്ഷണങ്ങളും മറ്റും നടത്തുകയും ചെയ്യുമ്പോൾ റസൽ അതിന്റെ നേരെ ഓപ്പോസിറ്റായി ആളുകൾക്ക് ദേഹത്തോട്ട് അടുപ്പിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ദേഹത്തോട്ട് അടുപ്പിക്കുന്ന സമയത്ത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആസിഡുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായും കാണിക്കുന്നു. സോ ഈ രണ്ട് ക്യാരക്ടറുകളെയും ഇത്തരത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ അവസാനത്തിൽ സൈറസും റസലുമെല്ലാം മാർക്കോയുടെ വീട്ടിൽ വന്ന് എല്ലാവരെയും കൊന്നു പോയതിനു ശേഷം മാർക്കോ അവിടേക്ക് തിരിച്ചു വരുന്ന സീനിൽ അവിടെ കിടക്കുന്ന റസലിനെയും മറ്റും വണ്ടി കവർ ചെയ്തുകൊണ്ട് മാർക്കോ വണ്ടി പാർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇതിലൂടെ ഇനി അങ്ങോട്ട് ഇവർക്ക് മേൽ മാർക്കോ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ആ ഷോട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ മാർക്കോ പള്ളിയിലേക്ക് വരുന്ന ഷോട്ടും ഇത്തരത്തിലാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ റസലിന്റെ ആ ഡിഫൻഡർ വണ്ടി കിടക്കുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മാർക്കോ മുന്നിലേക്ക് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതും ആ വില്ലന്മാരുടെ എല്ലാം നടുവിലേക്ക് മാർക്കോ കടന്നു വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിരുന്നത്. മറ്റൊന്ന്, വിക്ടറിന്റെ മരണത്തിന് ശേഷം കുടുംബത്തിൽ നടന്നിട്ടുള്ള വസീമിന്റെയും വിക്ടറിന്റെയും ആ രണ്ട് മരണങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സീനിൽ ജോർജ് താരിക്ക് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു സീനിൽ മാത്രമല്ല, ഇതിനു മുന്നേ നടന്നിട്ടുള്ള പള്ളിയിലെ സംസ്കാര ചടങ്ങ് സീൻ നോക്കുകയാണെങ്കിലും അവിടെയും താരിക്ക് പങ്കെടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം. സോ എന്തുകൊണ്ടാണ് താരിക്ക് പങ്കെടുക്കാത്തതെന്ന് പിന്നീട് സിനിമയിൽ പറയുന്നുണ്ട്. അതായത് താരിഖാണ് ഇവരുടെ ആ ബിസിനസ് ഫാമിലിയിലുള്ള ഏറ്റവും വീക്കായിട്ടുള്ള ലിങ്ക് എന്നും ഒരുപക്ഷെ പേടിച്ച് താരിഖ് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടെന്നും ടോണിയും റസലുമെല്ലാം താരിഖിനോട് പറയുന്നുണ്ട്. സോ ഇത്തരത്തിൽ താരിഖ് വളരെ ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സംസ്കാര ചടങ്ങിനോ ആ ഒരു മീറ്റിങ്ങിലോ വല്ലതും വരികയാണെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചാണ് ഇവർ പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ താരിഖ് അങ്ങോട്ട് വരാതിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാർക്കോ എന്ന ക്യാരക്ടറിനെ പ്രസന്റിൽ കാണിക്കുന്ന സമയത്തെല്ലാം അയാൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കൂടിയ ടൈപ്പുള്ള സിഗരറ്റ് വലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുമ്പോൾ അയാൾ നോർമൽ ആയിട്ടുള്ള വൈറ്റ് നിറത്തിലുള്ള സിഗരറ്റുകൾ യൂസ് ചെയ്തിരുന്നതായും കാണാം.
സോ ഈ രണ്ട് കാര്യത്തിലൂടെ തന്നെ ആ രണ്ട് കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഇറ്റലിയിൽ പോകുന്നതിന് മുന്നേയും അതിനുശേഷവുമുള്ള മാർക്കോയുടെ ആ ഒരു വ്യത്യാസം വ്യക്തമാക്കി കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, ചിത്രത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ ടോണിയും കൂട്ടരും ചേർന്നുകൊണ്ട് ജോർജിനെ ഗോൾഡിന്റെ പേരിൽ പറ്റിക്കുന്ന സമയത്ത് ജോർജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ കരു നമ്മുടെ കളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. ഇവിടെ ഈ സയനൈഡിന്റെ കാര്യം പറയുന്നത് മിഖായൽ എന്ന ചിത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ടാണ്. ആ ചിത്രത്തിലും ഇതേപോലെ തന്നെ കൂടെ നിന്നുകൊണ്ട് ഗോൾഡ് തട്ടിയെടുക്കുന്നവരെ ജോർജ് കൈ മുറിച്ച് അതിലൂടെ സയനൈഡ് കടത്തി കൊല്ലുന്നതായി കാണിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ചിത്രത്തിലെ ലെഫ്റ്റ് ഹാൻഡ് ഡയലോഗും. അൻവർ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണെന്ന് ദേവരാജ് റസലിനോട് പറയുന്ന ഒരു ഡയലോഗ് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഇത് മിഖായൽ എന്ന ചിത്രത്തിലെ നിവിൻ പോളിയുടെ ഒരു റെഫറൻസ് ആണ്. അതായത് ആ ചിത്രത്തിൽ നിവിൻ പോളി കൊലപാതകങ്ങളെല്ലാം നടത്തുമ്പോൾ അത് അന്വേഷിക്കാനായിട്ട് വരുന്ന ഒരാൾ നിവിൻ പോളിയുടെ ഇടങ്കയെ കുറിച്ച് പറയുന്നുണ്ട്. A man who predominantly uses his left hand than his right. A born left-hander, a lefty. സോ ഇങ്ങനെ മിഖായൽ എന്ന ചിത്രത്തിലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഡീറ്റെയിലുകൾ പോലും ഈ ഒരു ചിത്രത്തിലേക്ക് റെഫറൻസ് ആയി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് കബ്രാൽ എന്ന ആ ഒരു ഗോൾഡിന്റെ സിമ്പൽ ടോണിയുടെ കുടുംബത്തിലുള്ളവർ മോതിരത്തിലൂടെയും മറ്റും ധരിക്കുന്നതായും അവരുടെ ഫാക്ടറിയിൽ സിമ്പിൾ കൊടുത്തതായും മറ്റും കാണിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇതുകൂടാതെ മാർക്കോയും റസലുമായിട്ടൊരു ഡീല് നടത്തുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ആ ഒരു പെട്ടിയിൽ പോലും നമുക്ക് ഈ കബ്രാൽ ഗോൾഡിന്റെ സിമ്പിൾ കാണാൻ സാധിക്കുന്നു. ഇന്റർവെൽ അടുക്കുമ്പോഴുള്ള ആ ഫൈറ്റ് സീനിൽ മാർക്കോ റസലിന്റെ മുഖത്തേക്ക് ഇടിക്കാൻ വരികയും റസൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ മാർക്കോയുടെ കൈ മരത്തിലേക്ക് ഇടിക്കുന്നതായും ആ കൈ നല്ല രീതിയിൽ വേദനയെടുത്തു എന്ന രീതിയിൽ കാണിച്ചിട്ടുമുണ്ട്. സോ പിന്നീട് ഇതിനുശേഷം വരുന്ന ആ ഡീലുമായി ബന്ധപ്പെട്ട സീനിൽ മാർക്കോയുടെ കൈ കാണിക്കുന്ന സമയത്ത് ആ കയ്യിലുണ്ടായിട്ടുള്ള മുറിവുകളും അത് ഉണങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാം. ജഗദീഷ് അവതരിപ്പിച്ച ടോണി എന്ന ക്യാരക്ടർ വയലൻസ് ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ കയ്യൂക്കൊണ്ട് കാര്യം നേടുന്നതിനെക്കാട്ടിലും ഉപരിയായി ബുദ്ധി ഉപയോഗിച്ച് വിജയിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സൈറസ്. സൈറസ് കൂടുതലും കയ്യൂക്കുകൊണ്ട് അല്ലെങ്കിൽ ഫൈറ്റ് എല്ലാം നടത്തി വിജയിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ ഇതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ ടോണി റസലിനോട് സൈറസിനെ പോലെ ആകാൻ ശ്രമിക്കരുത്, സൈറസ് ഇൻസെയിൻ ആണെന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരുപക്ഷെ ടോണി ചെറുപ്പത്തിൽ തന്നെ സൈറസിനെ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു കാരണം സൈറസിന്റെ ഈ വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കയ്യൂക്കുകൊണ്ട് കാര്യം നേടുന്ന സ്വഭാവം കൊണ്ടുകൂടിയാകാം. മറ്റൊന്ന്, ഈ ടോണിയുടെ ഇൻട്രോ സീനിൽ ടോണി റസലിനോട് എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ടോണി മരണപ്പെടുന്ന സമയത്ത് അവിടെ മൈൻ വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എന്ത് വന്നാലും കൂടെ നിൽക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് മകൻ പോകുന്നതായി കാണിക്കുന്നത്. സോ അവിടെ സ്വന്തം ജീവന്റെ കാര്യം വരുന്ന സമയത്ത് അത്രയും തന്നെ സ്നേഹിച്ചിരുന്ന അച്ഛനെ പോലും റസൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, കബ്രാൽ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഈ കബ്രാൽ ഗോൾഡ് എന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു കനേഡിയൻ കമ്പനിയാണെന്നാണ് പറയുന്നത്. സോ ഈ സിനിമയിൽ അവസാനമായി ആ വണ്ടികൾ വരുന്ന സമയത്ത് അവിടെ മുന്നിലുള്ള വണ്ടിയുടെ രജിസ്ട്രേഷൻ ഫോറിൻ രജിസ്ട്രേഷൻ ആണ്, ഒരുപക്ഷെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ രജിസ്ട്രേഷൻ ആകാമെന്ന് ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. സോ ഇങ്ങനെ പുറം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെക്ക് റിപ്പബ്ലിക്കോ ബ്രസീലോ അല്ലെങ്കിൽ മാർക്കോ വന്നിട്ടുള്ള ഇറ്റലിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ കബ്രാൽ ഗോൾഡ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ റിയൽ ലൈഫിലെ ആ ഒരു കബ്രാൽ ഗോൾഡ് അതേപോലെ തന്നെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ല. പകരം ആ ഒരു പേര് അവരെടുത്ത് മറ്റേതെങ്കിലും എല്ലാ രാജ്യങ്ങളുമായി കണക്ട് ചെയ്ത് അവതരിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഈ കബ്രാൽ ഗോൾഡിന്റെ സിംബലായി കാണിക്കുന്ന ആ ത്രികോണം. അവിടെ ഒരു വൃത്തത്തിനുള്ളിൽ ഒരു ത്രികോണം ഉള്ളതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്, ജോർജിന് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ളതാണ് ഈ ഗോൾഡ് എന്നതുപോലെ തന്നെ ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട് ടോണിയുടെ കുടുംബവും വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ഒരു വശം ഈ കബ്രാൽ ഗോൾഡിൽ അവകാശമുള്ള ജോർജിന്റെ കുടുംബവും മറ്റേ വശം ടോണിയുടെ കുടുംബവും, അവശേഷിക്കുന്ന ആ മൂന്നാമത്തെ സൈഡ് മിക്കവാറും സിനിമയുടെ അവസാനത്തിൽ ആ കബ്രാൽ ഗോൾഡിന്റെ സിംബലുമായി വരുന്ന ആ കാറിലുള്ള വില്ലന്റെ കുടുംബവുമായിരിക്കും. സോ എന്താണ് ഈ ഒരു തിയറിയോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊന്ന്, ഡിലീറ്റഡ് സീനിൽ മാർക്കോയുടെ കാമുകിയോട് ബസ്സിൽ വെച്ച് കുറെ ആളുകൾ മോശമായി പെരുമാറുകയും മാർക്കോ അത് ചോദിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അവിടെ വെച്ച് വീണ്ടും അത്തരം ആളുകൾ കുറെ മോശം കാര്യങ്ങൾ പറയുകയും പോലീസുകാരൻ പോലും മോശം കാര്യം പറയുകയും മാർക്കോ അവരെയെല്ലാം ഇടിക്കുകയും അവസാനം ഒരാളുടെ വായിലേക്ക് എന്തോ ഒരു സാധനം വെച്ച് ഇടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതൊരു ലോക്കായിരുന്നു എന്ന് കാണാം.
സോ അത്തരം മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞവന്റെ വാ അടപ്പിക്കുന്ന രീതിയിലാണ്, വാ പൂട്ടിക്കളയുന്ന രീതിയിലാണ് ആ ഒരു സാധനം വെച്ച് ഇടിക്കുന്നതായി കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു സീൻ നോക്കുന്ന സമയത്ത് ഇത് മാർക്കോ ഇറ്റലിയിലേക്ക് പോകുന്നതിന് മുന്നേ, മാർക്കോയെ നല്ല നടപ്പിനായി ഇറ്റലിയിലേക്ക് വിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് മുന്നേ മാർക്കോ പണ്ട് നാട്ടിൽ ഒരുപാട് അലമ്പെല്ലാം ഉണ്ടാക്കി നടന്നപ്പോഴുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാം. തുടക്കത്തിൽ പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട് മാർക്കോയുടെ പേരിൽ പണ്ട് ഒരുപാട് കേസുകളും മറ്റും ഉണ്ടായിരുന്നുവെന്ന്. സോ ഇത്തരത്തിൽ മാർക്കോ പോലീസ് സ്റ്റേഷനിൽ വരെ വന്ന് ആക്രമിക്കുന്നതെല്ലാം കൊണ്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ടായിരിക്കാം മിക്കവാറും ജോർജ് മാർക്കോയെ കേരളത്തിൽ നിന്നും ഇറ്റലിയിലേക്ക് നാട് കടത്തിയത്. കൂടാതെ ഈ സീനിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാർക്കോ ഫൈറ്റ് നടത്തുമ്പോഴാണ് ആ ഒരു പെൺകുട്ടിക്ക് മാർക്കോയോട് പ്രണയം തോന്നി തുടങ്ങുന്നതായി കാണിക്കുന്നത്. അതുപോലെ ആ പോലീസുകാരുടെ ഡയലോഗ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ മാർക്കോ ചെറുപ്പത്തിൽ കൂട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടി ഒരുപാട് അക്രമങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്, പിന്നീട് നല്ല നടപ്പിനായി എൻഗേജ്മെന്റ് നടത്തി ഇറ്റലിക്ക് അയച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ചെറുപ്പത്തിലെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി നടത്തിയ അക്രമങ്ങളും കേസുകളും ഒക്കെ ഒരുപാടുണ്ട് മാർക്കോയുടെ പേരിൽ. ഇപ്പോൾ ആളെ നല്ല നടപ്പിന് എൻഗേജ്മെന്റ് കഴിപ്പിച്ച് ഇറ്റലിക്ക് നാട് കടത്തിയിരിക്കുകയാണ് ജോർജ്. സോ ഇതിൽ നിന്നെല്ലാം മാർക്കോ ഈ പെൺകുട്ടിയെ ഇവിടെ സഹായിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവർ തമ്മിൽ പ്രണയമൊന്നും ഇല്ലായിരുന്നുവെന്നും വെറും ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും പോലീസുകാരൻ പറഞ്ഞതുപോലെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി പോലീസുകാരൻ പറഞ്ഞതുപോലെ ആ ഒരു ഫ്രണ്ടിന് വേണ്ടി മാർക്കോ പോലീസ് സ്റ്റേഷനിൽ കയറി അക്രമം കാണിക്കുകയും അതിലൂടെ അവൾക്ക് മാർക്കോയോട് പ്രണയം ഉണ്ടാവുകയും പിന്നീട് ഇക്കാര്യം ജോർജ് അറിയുകയും ഇവരുടെ എൻഗേജ്മെന്റ് നടത്തിക്കൊടുത്ത് നല്ല നടപ്പിനായി ഇവരെ ഇറ്റലിക്ക് അയച്ചതുമാകാനാണ് ചാൻസ് ഉള്ളത്. എന്നാൽ ഈ ഒരു ഡിലീറ്റഡ് സീൻ കണ്ടതിന് ശേഷം അവിടെ ആ ഒരു ഫൈറ്റ് സീനോ ഡയറക്ഷനോ അഭിനയമോ ഒന്നും തന്നെയല്ല എനിക്ക് എടുത്തു പറയാനായി തോന്നിയത്. അവിടെ പ്രത്യേകം എടുത്തു പറയണമെന്ന് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ എഡിറ്റർക്കാണ്. ഒരാവശ്യവുമില്ലാത്ത ഈ ഒരു സീൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് സിനിമയുടെ വില കളയാതെ ഇരുന്നതിനാണ് അയാൾക്ക് പ്രത്യേകം കയ്യടി അറിയിക്കുന്നത്. ഈ ഒരു സീൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ കൂടി ചിത്രത്തിന്റെ കഥയ്ക്ക് അത് യാതൊരു ഗുണവും ചെയ്യാതെ ഒരു ഫ്ലാഷ് ബാക്ക് സീനായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും ചിത്രത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഫ്ലാഷ് ബാക്ക് സീനുകളും ആ പോരുന്ന കഥയുമായി പെർഫെക്റ്റായി ബന്ധപ്പെട്ട് തന്നെയാണ് വന്നിരുന്നത്. സോ ഇവിടെ കാണിച്ചിരുന്ന ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ അതുമായി ബന്ധപ്പെട്ട് വരാതെ ആ ഒരു കഥയുമായി ഒത്തുപോകാതെ പകരം ഏച്ചു കെട്ടിയതുപോലെയാകാൻ ചാൻസ് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീൻ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത് ചിത്രത്തിന് ദോഷം ചെയ്യാനും ചാൻസ് വളരെ അധികമായിരുന്നു. സോ ഈ ഒരു സീൻ ചിത്രത്തിൽ ഉൾപ്പെടുത്താതിരുന്നതാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഒരുപക്ഷെ ഇനിയും ഡിലീറ്റഡ് സീൻസ് ഉള്ള വീഡിയോകൾ വരാൻ സാധ്യതയുണ്ട്. സോ ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് കടത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഡീറ്റെയിലുകൾ കൂടി ആ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.